അടുത്ത ലിയോണയുടെ കാണിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ലിയോണയ്ക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പിക്കായിരിക്കും. ഭയങ്കര ക്യാപ്ഷനൊക്കെയാണ് അതിൽ ഇട്ടാക്കുന്ന താഴെ. ഇത് ഈ പിക്ക് ഇത് ആക്ച്വലി എന്റെ ഈ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ലാലേട്ടന്റെ അടുത്ത് ആദ്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട ആ മൊമെന്റ് ആണ്. അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞ് ഇത് നമുക്ക് കണ്ടുപിടിക്കണത് എന്താണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ സജസ്റ്റ് ചെയ്ത ഡോക്ടറെയാണ് പിന്നെ ഞാൻ കണ്ടത്. എന്നിട്ടാണ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ. അപ്പൊ അതാണ് ഐ തിങ്ക് ഐ റിട്ടൺ this has literally changed my life എന്നോ പറഞ്ഞു. അതായത് നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആരോടും മിണ്ടുന്നില്ല. ആരോടും ഞാൻ അല്ല മിണ്ടുമൊക്കെ ചെയ്യും. ഇറ്റ്സ് ലൈക്ക് മൂഡ് സ്വിങ്സ് ആണ്. അതായത് ഇടയ്ക്ക് മിണ്ടും, ഇടയ്ക്ക് പറ്റില്ല, ഇടയ്ക്ക് അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു. പക്ഷെ ലാലേട്ടൻ ഗോട്ട് ടു നോ ദാറ്റ് എനിക്ക് എന്തോ ഒരു ഈ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അപ്പോ എൻ്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് സംസാരിച്ചതാ. ഷോർട്ടിനിടയ്ക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ പോയിരുന്ന് സംസാരിച്ചതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമായോ? ഇപ്പൊ അടിപൊളിയാണ്. ഇനി അടുത്ത് കാണിക്കട്ടെ ചേട്ടാ. ഇനി ചേട്ടനെയാ ഈ പറഞ്ഞ പോലെ ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും രണ്ടുപേർക്കും. ഈ സിനിമയുടെ ലൊക്കേഷനില്ല 14 വർഷം മുൻപ് ക്യാപ്ഷൻ കൊടുത്തത്. അപ്പോഴൊന്നും ലൊക്കേഷൻ അല്ല, ഇത് ഞങ്ങള് ഫ്രണ്ടിന്റെ അവിടെ നിന്നിട്ട് ഫോണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ വെറുതെ ഞങ്ങള് ഫോട്ടോ എടുത്ത് കളിച്ചോണ്ടിരുന്നതാ. അത് ഞങ്ങള് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മരിച്ചുപോയി പാഗനെടുത്ത പിക്ചറാണ്. ഞങ്ങളുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ടൈമാണ്. ഓക്കെ, അടിപൊളി. ഇനി അടുത്ത പിക്ക് കാണിക്കട്ടെ. അടുത്ത പിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ല, ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ദർശനയുടെ ഫ്ലാറ്റിന്റെ താഴെ ഞങ്ങള് മറ്റേ എന്തിനാണ് ഓഡിയോ ലോഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ക്ലോസ്ഡ് ഓഡിയോ ലോഞ്ച് ആയിരുന്നു, സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല. ബിജിപാൽ സാർ വന്നിട്ട് ഓഡിയോ ലോഞ്ച് ലൈവ് ഷഹബാസ് അമനും അവരും നേഹ നായരൊക്കെ കൂടിയിട്ട് മറ്റേ മിഴിയിൽ നിന്നും ആദ്യമായിട്ട് ഞങ്ങൾ കേട്ടതെന്നാണ് ലൈവായിട്ട്. അതായിരുന്നു ഓഡിയോ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അവര് ചാനലിൽ ഇട്ടു. അപ്പൊ അതിന് മുന്നേ എടുത്തതാണ്, പ്രൊമോഷന്റെ ആ സമയത്ത്. ഇനി ഒരെണ്ണം കൂടെ കാണിക്കട്ടെ. അതും ഈ പറഞ്ഞ പോലെ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഇത് അത് ലാലേട്ടന്റെ ഫ്ലാറ്റിലേക്ക് നമ്മള് റാമിന്റെ ഷൂട്ടിന്റെ സമയത്ത് ലാലേട്ടൻ തന്നെ നമ്മളെല്ലാരും വിളിച്ച് ഹി ഹോസ്റ്റഡ് അസ് ഒരു ഡിന്നർ. ഞങ്ങളിങ്ങനെ നമ്മളെ ഡിന്നറിന് വിളിക്കുന്നു അങ്ങനെ. അപ്പൊ അങ്ങനെ പോയപ്പോ ആ ഫ്ലാറ്റിൽ തന്നെയാണ് പൃഥ്വിരാജ് ഓൾസോ സ്റ്റേ. അപ്പൊ രാത്രി പെട്ടെന്ന് രാജു വരുന്നു വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൃഥ്വിരാജും വരുന്നു. ഞങ്ങളിങ്ങനെ അയ്യോ ഇനിയിപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ലാലേട്ടന്റെ കൂടെ ചില്ല് ചെയ്ത ദിവസമാണ്. ഓക്കെ, ഇനി ഞാനൊരു വീഡിയോ കാണിക്കാൻ പോകുന്നത്. അതായത് ഇക്കനെ പറ്റി ഒരാൾ പറയുന്ന കോംപ്ലിമെന്റ്, അത് മിക്ക തൊട്ടപ്പുറം തരുമ്പുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് ശരിയാണോ തെറ്റാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ മാറ്റങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സലീം കുമാർ കഴിഞ്ഞാൽ എനിക്ക് മലയാള സിനിമയിലെ ഏറ്റവും മേക്കപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മുഖം സൗഗന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന ഒരു മുഖമുണ്ട് സലീം കുമാറിന്. അങ്ങനെ ഒരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ താടിയൊക്കെ വെച്ച ആള് മാറിപ്പോവും. ചെറിയ ഇതുകൊണ്ട് വലിയ മാറ്റം മുഖത്ത് വരും. ആ ഭാഗ്യം സൗകര്യമുണ്ട്. അത് ഒരു ആക്ടർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് ഉപ്പയ്ക്കാണ് താങ്ക്സ് പറയേണ്ടത്. ഓർമ്മയുണ്ടോ സമയത്തുള്ള എല്ലാരും പറഞ്ഞിട്ടില്ല? അതായത് ഇങ്ങനെ ഒരു സിനിമയിൽ കണ്ട പോലെ ആയിരിക്കില്ല വേറെ സിനിമയില്. ഇപ്പൊ പ്രേമത്തിൽ കണ്ട പോലെ അല്ല. അത് ഓരോ സിനിമയില് മുഖത്ത് പറഞ്ഞപ്പോ ആ ക്യാരക്ടർ തന്നെ മാറുമ്പോ ഓരോരോ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് അത് ആള് മാറും. അത് അങ്ങനെ വരുന്നതാകും. അതും കൂടി മാറുമ്പോ തന്നെ വേറെ ആളായിട്ട്. കാരണം നമുക്ക് അങ്ങനത്തെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തോന്നുമ്പോഴാണല്ലോ നമ്മള് വേറെ വേറെ ആളായി മാറുന്നത്. പക്ഷെ അത് സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. അതില് എന്തും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് സാറിന്റെ ഇതില് അടിപൊളിയാണ്. നല്ല തന്നെയാണ്, സന്തോഷമേ ഉള്ളൂ. ആസ് ആൻ ആക്ടർ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വേഴ്സറ്റൈൽ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. പിന്നെ നമ്മളിപ്പോ ഡയറക്ട് ചെയ്യാൻ നേരത്താണെങ്കിൽ പോലും നമ്മള് ലുക്ക് ഒരാളുടെ ഇങ്ങനെ മാറ്റിക്കാനും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമലേട്ടൻ വർക്ക് ചെയ്യുന്ന നേരത്തൊക്കെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഒരു ലുക്ക് കണ്ടുപിടിക്കും. എപ്പോഴും വന്ന് അവിടെ എപ്പോഴെത്തുന്ന നാളെ എത്തുള്ളൂ വന്നിട്ട് നാളെ വന്ന് ചോദിക്കാനായിട്ട് മുമ്പ് തന്നെ ഒരു ലുക്ക് തീരുമാനിച്ചിട്ടുണ്ടാവും, മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മാറ്റം ഉണ്ടാവും. അല്ലാണ്ട് അത് വരുന്ന പോലെ തന്നെ ആയിരിക്കില്ല. അത് തന്നെയൊക്കെ നമ്മള്
ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആക്ട് ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവര് നമ്മൾ ചെയ്യുന്ന ചില സെറ്റിലാണെങ്കിൽ പോലും ഇതന്നെ മരുന്ന് പറഞ്ഞാൽ പോലും എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഓവർ വരുത്താറുണ്ട്. നല്ല കാര്യം. അടിപൊളി. നീ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാതെ പറയാതെ പോകുന്നത് ശരിയല്ല. ഇക്ക എന്നാ ഈ ഡയറക്ഷൻ എപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? വരുന്ന പോലെ കട്ട് 2023 നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനും പ്രതീക്ഷിക്കുന്നു ആ വർഷം എന്തോന്നാലും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആണോ? ആരെ വെച്ചിട്ടായിരിക്കും? അതൊന്നും പറയാൻ എന്തെങ്കിലും ഒരു ക്ലൂ എന്തിനെ പറ്റിയുള്ളതായിരിക്കും? കൊച്ചി തന്നെ ആയിരിക്കും? കൊച്ചി ബേസ്ഡ് തന്നെ ആയിരിക്കോ? അതും ഞാൻ പറയാം. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നുള്ളൂ. എന്തായാലും ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാനായിരിക്കും. ആണോ? കഥ നമ്മളുടെ ആയിരിക്കോ? കഥ നമ്മളുടെ ആയിരിക്കോ? കഥയും നമ്മളുടെ തന്നെ, തിരക്കഥയും എല്ലാം നമ്മള് ആയിരിക്കും. മുനീർ ഉണ്ടാവും. അല്ലാതെ നമ്മളെ ആ ഗ്യാങ് തന്നെ ആയിരിക്കുള്ളൂ. പുറത്ത് എന്താണ് ക്യാമറ പുറകെ ഇരിക്കുന്ന ആ സെയിം ടീം തന്നെ ആയിരിക്കും എല്ലാം. അതും പറയാൻ പറ്റില്ല, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. റാമിനെ പറ്റി എന്തെങ്കിലും അപ്ഡേഷൻസ് തരാറായോ? റാമിനെ കുറിച്ച് എനിക്ക് അറിയില്ല, എത്രത്തോളം പറയാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ ഞാൻ ചെയ്ത റാമല്ല ഇപ്പൊ. റാം ആകെ മാറി. റാം വലിയ സ്കെയിലില് കുറെ ആക്ടേഴ്സ് ഉള്ള ഒരു വലിയ പടമായി. അന്നേ അതൊരു വലിയ പടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഹ്യൂമങ്കസ്, അതായത് ഭയങ്കര വലിയൊരു പടമായിട്ട് മാറുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് കമ്മിങ് ഔട്ട് ഇൻ 2 parts എന്തൊക്കെയോ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഇത് പറയാൻ പാടില്ലായിരുന്നു. ഐ തിങ്ക് സോ. മലയാളത്തിലെ നടനും സംവിധായകനും കൂടിയാണ് സൗബിൻ. സഹസംവിധായകനായിട്ടാണ് സൗബിൻ സിനിമയിലേക്ക് എത്തിയത്. ഫാസിൽ സിദ്ദിഖ് എന്നിവരോടൊപ്പം സഹായിയായി പ്രവർത്തിച്ച സൗബിൻ സുഡാനി ഫ്രം നൈജീരിയയാണ് നായകനായി വേഷമിട്ട ആദ്യ ചിത്രം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. പിന്നീട് പറവ, വിയറ്റ്നാം കോളനി, പപ്പയുടെ സ്വന്തം അപ്പൂസ്, കാബൂളിവാല തുടങ്ങിയ സിനിമകളിലൊക്കെ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. പറവയിൽ ഒരു പ്രധാന ക്യാരക്ടറായിട്ടാണ് എത്തിയത്. പാണ്ടിപ്പട, ബോഡിഗാർഡ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലാണ് സൗബിൻ സാഹിർ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്റെ അഭിനയം കൊണ്ട് ഏറ്റവും വിശാലമായ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ് സൗബിൻ. അതുപോലെ തന്നെ ലിയോണയും. ഇപ്പോൾ മമ്മൂക്കിക്കൊപ്പവും ലാലേട്ടനും ഒപ്പമുള്ള അനുഭവങ്ങളാണ് ഇവർ തുറന്നു പറയുന്നത്. ഇവർ ഒന്നിച്ച് ചെറിയ ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള അനുഭവമാണ് ഇരുവരും തുറന്നു പറയുന്നത്.